അള്ളാഹുവിന് അവകാശപ്പെട്ടത് മനുഷ്യൻ മറ്റൊന്നിന് നൽകുക എന്നതാണ് ശിർക്കിൻ്റെ പൊരുൾ. സ്ത്രീയോ പുരുഷനോ അവരുടെ ശരീരത്തിൽ അവരുടെ ഇണകൾക്ക് മാത്രം അവകാശപ്പെട്ടതിനെ പുറമേയുള്ളവർക്ക് നൽകുക എന്നതാണ് വ്യഭിചാരത്തിൻ്റെ പൊരുൾ. ഈ രണ്ട് പ്രവർത്തനങ്ങളും ആശയപരമായി യോജിക്കുന്നുണ്ട്. അഥവാ ഒരാൾക്ക് അവകാശപ്പെട്ടതിനെ മറ്റൊരാൾക്ക് നൽകുക എന്നതാണ് അത്. വസ്തുത ഇതായത് കൊണ്ടാവാം വ്യഭിചരിക്കുന്ന പുരുഷന് ഇണയാകാൻ പറ്റിയത് വ്യഭിചരിക്കുന്ന സ്ത്രീയോ ശിർക്ക് ചെയ്യുന്ന സ്ത്രീയോ, വ്യഭിചരിക്കുന്ന സ്ത്രീക്ക് ഇണയാകാൻ പറ്റിയത് വ്യഭിചരിക്കുന്ന പുരുഷനോ ശിർക്ക് ചെയ്യുന്ന പുരുഷനോ ആണെന്ന് ഖുർആൻ പറഞ്ഞത്. ഈ രണ്ട് കുറ്റങ്ങളും കഠിനമായ ശിക്ഷ അർഹിക്കുന്ന കുറ്റങ്ങളായാണ് ഇസ്ലാം കണക്കാക്കുന്നത്. ശിർക്ക് പക്ഷേ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുമ്പോൾ വ്യഭിചാരം ദീർഘകാലം നരകവാസം അനിവാര്യമാക്കുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. അതിനാൽ ഈ രണ്ട് കുറ്റങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ നരകഭയമുള്ള ഓരോ വിശ്വാസിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.